നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് 1201 കുംഭമാസം 17-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 1-ാം തീയതി, രവിവാരം, ഞായറാഴ്ചയാകുന്നു. ഇന്ന് ഞായറാഴ്ചത്തെ സൂര്യോദയം നിങ്ങൾക്കറിയാം. കാലത്ത് 6:43 ഉദയം, അസ്തമയം വൈകിട്ട് 6:31 തൃശ്ശൂരിൽ. രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. ചന്ദ്രൻ വളരെ ബലവാനായി രാശിയിൽ നിൽക്കുന്നു. അടുത്ത ദിനം കഴിഞ്ഞാൽ പിന്നീട് പൗർണമിയായി ചന്ദ്രൻ പൂർണ്ണതയിലെത്തുന്ന ദിനമാകുന്നു പൗർണമി അഥവാ വെളുത്ത വാവ്. ചന്ദ്രൻ അങ്ങേരെ ദുർബലമാകുന്ന ദിനമാകുന്നു അമാവാസി അഥവാ കറുത്ത വാവ്. നക്ഷത്രവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. കാലത്ത് 8:20 വരെ പൂയം നക്ഷത്രമാണ്. വെളുത്തപക്ഷത്തിലെ പൂയം വളരെ അനുകൂലമാണ്. 8:21 മുതൽ പിന്നെ ആരുടെ നക്ഷത്രമായി? ആയില്യം നക്ഷത്രം വരികയായി. ആയില്യം നക്ഷത്രം ഒരു ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കാറില്ലെന്ന് നിങ്ങൾക്കറിയാം. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രം, യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രം. ആയില്യം നക്ഷത്രത്തിന് ചെയ്യാൻ പറ്റുന്നൊരു വലിയ കാര്യം ശത്രുദോഷം, മാരണം, ശത്രു നിഗ്രഹണം, സുദർശനമൊക്കെ ചെയ്ത് തൻ്റെ എതിരാളിയെ നശിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാരണപ്രയോഗത്തിന് അനുകൂലമായ ദിനമാണ് ഇന്നത്തെ ദിനം, ഞായറാഴ്ച എന്ന് നിങ്ങൾ അറിയുക. സർപ്പങ്ങൾക്ക് ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി, നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ഒക്കെ ചെയ്ത് സർപ്പപ്രീതി ചെയ്യാം. സർപ്പപ്രീതി നിങ്ങൾ ചെയ്യണം. എന്തുകൊണ്ടാണ്? സർപ്പപ്രീതിർ അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തി. സൽസന്താനത്തിനും നിങ്ങളുടെ ആരോഗ്യത്തിനും. ശരീരത്തിൽ രാഹു ഭരിക്കുന്നത് നാഡീകോശങ്ങളെയാണ്, ന്യൂറോ ആയിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിലാണ്. രക്തത്തിൽ രാഹു ഉണ്ടെങ്കിൽ നമുക്ക് നിശ്ചയമായും ജ്യോത്സ്യന് പറയാം, അദ്ദേഹത്തിന് ശാരീരികമായ ക്ലേശങ്ങൾ ഏറ്റവും അധികം വരിക ന്യൂറോ ആയി ബന്ധപ്പെടുന്നു. സഹസ്രാര ചക്രം ശിരസ്സിനെയാണ് രാഹുകേതുക്കൾ പ്രതിനിധാനം ചെയ്തത് നമ്മുടെ ശരീരത്തിൻ്റെ ഓറ ശാസ്ത്രത്തിൽ. അതിനാൽ രാഹുപ്രീതി നിങ്ങൾ ചെയ്യുക. സന്താന വിഷയത്തിലും അപ്രകാരം ശാരീരിക ക്ലേശങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകട്ടെ. 2-ാം ഭാവത്തിൽ രാഹു ചൊവ്വയോടുകൂടിയോ സൂര്യനോടുകൂടിയോ വന്നാൽ അന്ധത നാം പറയും. അഷ്ടമത്തിൽ വരികയാണെങ്കിൽ എപ്പോഴും ശരീരത്തിന് വളരെ ഡിസോർഡേഡായ ഒരു സ്റ്റൊമക്കാകാം, ഫുഡ് പോയ്സൺ വരിക, അല്ലെങ്കിൽ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരിക, ബന്ധനയോഗം ഉണ്ടാവുക. 12-ലാണെങ്കിൽ ജയിൽവാസം പറയാം. ഇപ്രകാരം രാഹു അനിഷ്ടങ്ങളായ ഭാവങ്ങളിൽ നിന്നാൽ വലിയ ക്ലേശങ്ങൾ ഉണ്ടാക്കും. ഏതായാലും ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭമുഹൂർത്തം ഞാൻ നൽകുന്നത് കാലത്ത് 7:45 മുതൽ 8:20 വരെയുള്ള സമയമാണ്. ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.